LDF സർക്കാരിനൊപ്പം നിന്ന് വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുന്നത് എന്തിനെന്ന ചോദ്യമാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, ഇതിപ്പോൾ BM സുധീരൻ തുടർച്ചയായി കത്ത് നൽകുകയാണ്. അതിൽ എന്തുകൊണ്ടാണ് ഒരു നടപടിയിലേക്ക് പോകാത്തത് എന്ന ചോദ്യം ഉയരുകയാണ്. എന്തുകൊണ്ട് VD സതീശൻ അതിൽ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു? അതെന്തുകൊണ്ട് എന്നുള്ളതിൽ കോൺഗ്രസിൽ തന്നെ ഭിന്നതയുണ്ട് എന്നതാണോ? അനുജ, നിസ്സംശയം പറയാം, മൈക്രോ ഫിനാൻസ് കോർഡിനേറ്ററായിരുന്ന KK മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് VM സുധീരൻ രണ്ടാം തവണയാണ് മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകുന്നതും ഈ ആവശ്യം ഉന്നയിക്കുന്നതും. ഈ ഏറ്റവും ഒടുവിൽ അദ്ദേഹം നൽകുന്നത് മഹേഷിന്റെ ഭാര്യ ഉഷാദേവിയുടെ ഈ സങ്കട ഹർജി കൂടി ഉൾപ്പെടുത്തിയാണ്. ഇത്തരത്തിലൊരു സങ്കട ഹർജി, ഒരു പരാതി അവർ നൽകിയിട്ടും എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? ഈ നിഷ്ക്രിയത്വം കാണിക്കുന്നത്, നേരത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും സമാനമായ പരാതി ഇത്തരത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയിരുന്നു. ആ സർക്കാർ വെള്ളാപ്പള്ളി നടേശനോടുള്ള അടുപ്പം കാരണം, അല്ലെങ്കിൽ കൂട്ടുകെട്ട് കാരണം അതിലൊരു അന്വേഷണം ആ സർക്കാർ പ്രഖ്യാപിച്ചില്ല. ആ നിഷ്ക്രിയത്വത്തിലേക്കാണോ VD സതീശൻ സർക്കാർ പോകുന്നതെന്ന ചോദ്യമാണ് VM സുധീരൻ ബാക്കി വെക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കത്ത് നൽകി. ഇന്ന് പ്രതികരണം കൂടി നടത്തുന്നുണ്ട്. രൂക്ഷമായ പ്രതികരണം അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെതിരെ നടത്തുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും KK മഹേഷിനെയും കുടുംബത്തെ അധിക്ഷേപിക്കുകയാണ്, നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണ്. ഈ നിയമങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന നിലയ്ക്കാണ് വെള്ളാപ്പള്ളി നടേശന്റെ പോക്കെന്നായിരുന്നു VM സുധീരൻ വിമർശിച്ചത്. നിലവിൽ താൻ സർക്കാരിനോട് SIT അന്വേഷണം ആവശ്യപ്പെട്ടതിൽ പരിഭ്രാന്തിയിലാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ടാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. വെള്ളാപ്പള്ളിക്കെതിരെ തനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല, പക്ഷേ ഈ അന്വേഷണം മുന്നോട്ട് പോകണമെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുചിതത്തിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ പിന്നിലെ രാഷ്ട്രീയം കൂടിയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അത് VD സതീശൻ അടക്കമുള്ളവർ, വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് നടത്തിയിരുന്ന വർഗീയ പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വന്നവരാണ്. പക്ഷേ അധികാരത്തിലെത്തിയതിനു ശേഷം വെള്ളാപ്പള്ളിക്കെതിരെ നീങ്ങാത്തതിൽ, അല്ലെങ്കിൽ അത്തരമൊരു പരാതി എടുക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗം ഉയർത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മന്ത്രി ബിന്ദു കൃഷ്ണ അടക്കമുള്ളവർ വെള്ളാപ്പള്ളി നടേശനെ പോയി കണ്ടതും വെള്ളാപ്പള്ളി നടേശന് മുന്നിൽ കുമ്പിട്ട് നിന്ന് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞതുമൊക്കെ വലിയ വാർത്തയായതും വിവാദമായതുമാണ്. ആ തരത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോഴും വെള്ളാപ്പള്ളിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നെന്ന വിമർശനമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. അതുകൊണ്ടാണ് ഈ നേതാക്കൾ ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ഇതിൽ SIT അന്വേഷണം പ്രഖ്യാപിക്കുമോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നത് രണ്ടാം തവണയാണ്. രണ്ടു തവണ ആഭ്യന്തരമന്ത്രി അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തത്. അതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതല്ലേ എന്ന് പറഞ്ഞു മാത്രമാണ് കഴിഞ്ഞു പോയത്. പക്ഷേ ഇതിൽ എന്താണ് സർക്കാർ തീരുമാനം എന്നുള്ള കാര്യം ഇനി അവ്യക്തമാണ്. അതായത് SIT അന്വേഷണം പ്രഖ്യാപിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ സർക്കാരിന്റെ പരിഗണനയിലേക്ക് ഈ വിഷയം വരുമോ എന്നുള്ള കാര്യം പോലും അവ്യക്തമാണ്. അത് സ്വാഭാവികമായി കോൺഗ്രസിനുള്ള ഒരു വിഭാഗം ആരോപിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനോട് പുലർത്തുന്ന ഈ അനുകൂല നിലപാട് മൂലമാണ് ഇത്തരത്തിൽ SIT അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വൈകുന്നതെന്ന ആരോപണം എന്നുള്ളതും ചോദ്യമായി ഉയരുകയാണ്. VD സതീശനൊക്കെ എതിരെ വെള്ളാപ്പള്ളി നടേശൻ മുൻപ് നടത്തിയ പ്രസ്താവനകളുണ്ട്. അതൊന്നും എന്തുകൊണ്ടാണ് VD സതീശൻ ഒരുപക്ഷെ ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് അനുകൂലമായ നിലപാട് VD സതീശൻ കൈക്കൊള്ളുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം കോൺഗ്രസിൽ തന്നെ ഉയരുകയാണ്. ആഭ്യന്തരമന്ത്രിയുടെ വിഷയത്തിൽ നിലപാട് എന്താണ്? അദ്ദേഹം എന്തുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നു? എന്തിനാണ് വെള്ളാപ്പള്ളി നടേശനെ കോൺഗ്രസ് സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം കോൺഗ്രസിൽ നിന്നുള്ളിൽ തന്നെ ഉയരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.